ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, വല്യപ്പൻ്റെ കാലത്താണ്. അപ്പോൾ നമ്മുടെ എല്ലാം ചെറുപ്പകാലത്തിൽ നമ്മൾ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകും. പേടിപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തെ പറ്റി പറയാറുണ്ടോ? ചിലപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും സ്ഥലം, വിജനമായിട്ടൊരു സ്ഥലമായിരിക്കാം. അവിടെ ആരെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേതമോ അതൊക്കെയുള്ളൊരു കഥയായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും പുഴയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുളമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കഥകളൊക്കെ ആയിരിക്കും നമ്മുടെ കസിൻസിന്റെ അടുത്തൊക്കെ പറയാനുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഞാൻ എന്റെ തറവാടിനടുത്ത് ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു സ്ഥലമാണ് വക്കംപാറ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പരുന്തുംപാറ എന്നാണ് അത് അറിയപ്പെടുന്നത്. പക്ഷെ വക്കൻപാറ എന്ന കാലക്രമേണ പേരും കൂടെ വന്നൊരു സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്തിന്റെ വിശേഷങ്ങൾ, അവിടെ പോയതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 2021 ന്യൂ ഇയറിന് പോയതാണ്. അന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. കുറച്ച് വീഡിയോസ് ഒക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും അവിടുത്തെ രസകരമായിട്ടുള്ള അതിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലം വക്കംപാറയിലേക്ക് രൂപാന്തരം പ്രാപിച്ചതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു. നമ്മള് ഏകദേശം എത്താനായിട്ടുണ്ട് വക്കംപാറയിൽ അല്ല നമ്മുടെ രാത്രി സ്റ്റേ. ഇവിടെ വക്കംപാറയുടെ ഇടയ്ക്ക് വേറൊരു പാറയുണ്ട്, ഇവിടെയാണ് സ്റ്റേ രാത്രിയിൽ. ഇവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്വന്തം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, എൻ്റെ ചേട്ടൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ നമ്മൾ നിൽക്കുകയാണ്. ഏകദേശം 6 മണിയായിട്ടുണ്ട്. 6 മണിക്ക് ഇവിടുത്തെ വ്യൂ ഉണ്ടോ? ഇടുക്കും വ്യൂ. വൈകിട്ട് ചെറിയ മഴ പെയ്തതുകൊണ്ട് ഇവിടെയൊക്കെ കോട കയറുന്നുണ്ട്. കുറച്ച് ഇവിടെ നല്ല കോടയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പരുന്തുംപാറ. നമുക്ക് ഫുള്ള് കോട കയറിയിട്ടുണ്ട്. ഇപ്പോൾ അത് താഴെ കാണുന്നത് പുറപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ PJ ജോസഫ് സാറിൻ്റെ സ്ഥലമാണത്. പുറപ്പുഴ കാണുന്നത് പുറപ്പുഴ പള്ളിയാണ്. പിന്നെ ആ കാണുന്നത് ചുരക്കാവനം വനാണത്. ചുരക്കാവനം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നമുക്ക് വക്കംപാറ എന്നുള്ള പേര് എങ്ങനെയാ വന്നതെന്നുള്ളത്? വക്കംപാറ എന്നുള്ള പേര് ഇനി വരാൻ കാരണം ഇവിടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, എൻ്റെ വല്യപ്പൻ്റെ കാലത്താണ്. അപ്പോൾ ആ കാലത്ത് വക്കൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ വന്ന് മേല് ഫുള്ള് തോട്ട വെച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ പാർട്സൊക്കെ ഇവിടെ മരത്തെ കൂടെയൊക്കെ തൂങ്ങിക്കിടത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ വല്യപ്പൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് ഇതിൻ്റെ അപ്പുറത്തുള്ളത് നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അന്ന് വല്യപ്പൻ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അന്നേരമാണ് ഈ സൗണ്ട് കേട്ട് അവരൊക്കെ ഓടി വരുന്നത്. അപ്പോൾ ഇവിടെ ചിന്നിച്ചെതറി കിടക്കുകയാണ് പുള്ളി. അങ്ങനെയാണ് ഇതിന് വക്കംപാറ എന്ന പേര് വന്നത്. നല്ല എക്കോ ഉള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് കൂവിക്കഴിഞ്ഞാൽ നല്ല എക്കോയാണ്. ഇത് കുടിക്കാൻ പറ്റുമോ? നീ കണ്ട പള്ളയൊക്കെ വിട്ടുപോകണോ? നീ എന്നെ അപ്പോൾ ഇവിടെ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് ചെയ്യുവാണ്. റോണിയാണ് നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ ഉണ്ട്. ചിക്കൻ കാണിച്ചു. ചിക്കൻ നമ്മൾ മാറിനേറ്റ് വെച്ചിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യാനുള്ളത് ചിക്കൻ മാറിനേറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഗ്രില്ല് ചെയ്യാനുള്ള ചാർക്കോള് സാധനങ്ങൾ. പിന്നെ ഫുഡ് വേറെതാ ഇതിനകത്ത് ചിക്കൻ കറി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പൊറോട്ട എല്ലാം അടിപൊളിയാണ്. അടിപൊളി സെറ്റപ്പാണ്.
അത് പോകുന്നുണ്ടോ? തൊടുപുഴയ്ക്ക് അടുത്തുള്ള പുറപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വക്കംപാറ അല്ലെങ്കിൽ പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മുടെ തൊടുപുഴ MLA P. ജോസഫ് സാറിന്റെ ഒക്കെ വീടിനടുത്താണത്. അദ്ദേഹത്തിന് ഈ ഒരു സ്ഥലം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റാൻ നോക്കിയുള്ള ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് അതിന്റെ ശരിയായ റീസൺ എന്ന് അറിയില്ല, എന്തുകൊണ്ടോ അത് നടന്നില്ല. ശരിക്കും നമ്മളൊക്കെ പരുന്തുംപാറ എന്ന് കേൾക്കുമ്പോൾ നമ്മള് കുട്ടിക്കാനത്തിനടുത്തുള്ള പരുന്തുംപാറയൊക്കെയാണ് എല്ലാവർക്കും കണ്ടിയത്. ഞങ്ങൾക്കൊക്കെ അത് തന്നെയായിരുന്നു. ഞങ്ങളെല്ലാം ചെറുപ്പത്തിലെ കേട്ടത് ഈ സ്ഥലത്ത് വക്കംപാറ ആണ്. അപ്പൊ നമ്മളൊക്കെ ചെറുപ്പത്തില് അവധിക്കാലത്തിനൊക്കെ വീടുകളിൽ പോകുമ്പോൾ ശരിക്കും വക്കംപാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്റെ ആന്റിയുടെ പ്രോപ്പർട്ടിയുടെ അടുത്താണ് വക്കംപാറ പോകുന്ന സ്ഥലമുള്ളത്. അപ്പൊ ഞങ്ങൾ ഈ സ്ഥലം കാണാൻ പോകും. അപ്പൊ ഓരോ മരങ്ങളൊക്കെ കാണിച്ചിട്ട് ഞങ്ങളുടെ കസിൻ പറയും ഇവിടെയാണ് മറ്റേ വക്കന്റെ താടി തൂങ്ങിക്കിടന്നത് അല്ലെങ്കിൽ കൈ തൂങ്ങിക്കിടന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ പേടിപ്പിക്കാറൊക്കെ ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ പേടിയായിരുന്നു. പക്ഷെ ഇതുവരെ ഞങ്ങള് രാത്രിയിൽ ആദ്യമായിട്ടാണ് അവിടെ സ്റ്റേ ചെയ്തത്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. ആ വീഡിയോ എന്റെ അടുത്ത് മിസ്സായിപ്പോയി. നമ്മൾ രാത്രി കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വെളുപ്പിന് ഒക്കെ ആകുമ്പോഴത്തേക്കും ക്ലൗഡ് ബേർഡ്സ് നമ്മൾ കിടന്നിട്ടുള്ള പാറയുടെ ഒപ്പം തന്നെ ക്ലൗഡ് ബേർഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ വീഡിയോ എന്റെ അടുത്ത് മിസ്സായിപ്പോയി. പക്ഷെ നല്ല രസകരമായിട്ടുള്ളതായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ അവിടെ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ കപ്പ ഉണക്കാൻ ഇടുന്ന പരിപാടിയുണ്ട്. അവിടെ കപ്പ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പൊ കപ്പ ഉണക്കാനൊക്കെ ഇട്ട് അവിടെയൊക്കെ ആ സമയത്തൊക്കെ പോകുമായിരുന്നു. ഇപ്പൊ പിന്നെ കൃഷി ചെയ്തുകൊണ്ട് ഇതിന്റെ വലിയ ഉപകാരമില്ല. അതുകൊണ്ടായിരിക്കാം അവിടെ ആരും ആ പറമ്പിലൊന്നും ആരും കൃഷി ചെയ്യുന്നില്ല. ഞങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കണ്ടതാണ്, വീഡിയോ കണ്ടതാണ്, പോകുമ്പോൾ തന്നെ കാട് പിടിച്ചെടുക്കുന്ന ഒരു സ്ഥലം. അപ്പൊ ഇപ്പൊ ഇത്തരത്തിലുള്ള അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒത്തിരി ഏരിയാസ് നമ്മുടെ ചുറ്റുപാടും തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ അതിലൊക്കെ നമുക്ക് ഓരോ സർക്കിട്ട് പോവാം. അതിൽ അടുത്ത വീഡിയോയിൽ നല്ലൊരു സ്ഥലത്തെ പറ്റിയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.